ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെൽബട്ടന് കൂടി ഒന്ന് അമർത്തിക്കൊള്ളൂ കേട്ടോ. പ്രശ്നം ആകെ ഗുരുതരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നൂറ് അങ്ങനെ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് വെസൽ അവിടെ ആവശ്യമുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, നിനക്ക് വെസൽ കഴുകി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അനുമോളോട്. അപ്പോൾ ഇല്ല, എനിക്ക് പറ്റത്തില്ല, ഞാൻ രാത്രി മാത്രമേ കഴുകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. മാസ് കാണിച്ച് ഇരിക്കല്ലേ എൻ്റെ അനുമോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, മുക്കാ ഭാഗം ഞാൻ കഴുകി കഴിഞ്ഞു, ഇനി കാ ഭാഗം മാത്രമേ കഴുകാനുള്ളൂ, എനിക്ക് കഴുകാൻ ഇഷ്ടമാണെന്ന് പറയുന്നത്. എന്നാൽ നീ പോയി കഴുകടാ എന്ന് അനുമോൾ പറയുന്നുണ്ട്. അയ്യടാ നിൻ്റെ പണി കൂടി ഞാൻ ചെയ്യുന്നില്ല എന്ന് അനുമോൾ ഇരുന്ന് പറയുന്നു. അങ്ങനെ അനുമോൾക്ക് ദേഷ്യം വന്ന് അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് നൂറയോട് പറയണു, ഫൈനൽ 5 അഹങ്കാരമാണല്ലേ നിനക്ക് എന്ന് പറയുന്നുണ്ട്. എന്ത് ഞാൻ വെറുതെ പോയതല്ല ഫൈനൽ 5 ടാസ്ക് ജയിച്ച് പോയതാണ്. നിൻ്റെ പോലെ PR ബലത്തിലല്ല ഞാൻ പോയത് ഫൈനൽ 5 കേട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നാലെ ചെന്നിട്ടാണ് നൂറ പറയുന്നത് കേട്ടോ. അപ്പോൾ വേഗം IG കോർണറിലേക്ക് പോയി നമ്മുടെ അനുമോള് ആ സമയത്ത് പിന്നാലെ ചെന്ന് പറയുന്നുണ്ട്, എന്നാൽ നീ പോയി കേസ് കൊടുക്കടി എന്ന് അനുമോള് പറയുന്നുണ്ട്. ഞാൻ കേസ് കൊടുക്കാൻ എനിക്ക് ആവശ്യമില്ലടി, നിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി എന്ന് നൂറ പറയുന്നുണ്ട്. നിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായെന്ന് അനുമോളും പറയുന്നുണ്ട്. ആടി തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ട് അല്ലേ, നിൻ്റെ ചെറിയ തെറ്റ് പോലും നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ നിനക്ക് ഇഷ്ടമില്ല അല്ലേ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ ഹൗസ് ക്യാപ്റ്റനാണ്, ടീം മാറ്റിയില്ലേ നിന്നെ, നിനക്ക് കിച്ചണിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ടീം മാറ്റി തന്നില്ലേ, എന്നിട്ടും നീ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, നിങ്ങൾ അവരെ കൂടെ കൂട്ടിയത് അവളുടെ ഫെയിം കണ്ടിട്ടാണ്, പുറത്ത് സപ്പോർട്ട് കണ്ടിട്ടാണ് അതിൽ നൂറെ അവളെ കൂടെ കൂടിയതാണ് അവൾ പറയുന്നതിൻ്റെ ഒരു ധ്വനി എന്ന് പറയുന്നുണ്ട്. കാരണം എപ്പോഴും ഈ ആതിലിരുന്ന് പറയുന്നുണ്ട്, ഇത്ര നാളും എന്തിനാ എൻ്റെ കൂടെ കൂടിയെന്ന് എനിക്കറിയാമെന്ന് അനുമോൾ പറഞ്ഞു ഇത്രേ. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അവൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയാണ്, ഇത്ര നാൾ എന്തിനാ കൂടിയത് എനിക്കറിയാമെന്ന്. അപ്പോഴാണ് അക്ബർ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ അവളുടെ ഫെയിം കണ്ടു കൂടിയതാണെന്ന് അവൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദര ചെന്ന് പറയണ്ടേ, ഈ റെസ്പെക്റ്റ് കിട്ടിയാൽ മാത്രം തിരിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നൂറ് എപ്പോഴും മോളെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നിട്ട്. ആ മോളയിൽ ഒരു ദേഷ്യത്തിലുള്ള വിളി തന്നെയാണ്. അങ്ങനെ അപ്പോൾ പറയുന്നത്, എനിക്ക് റെസ്പെക്റ്റ് വേണ്ട നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അടി കൂടുമ്പോൾ ആദര നിന്ന് കരയുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ ഇവളെ ഇട്ട് കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഇവളെ പിന്നാലെ ഞങ്ങൾ നന്നത്, അല്ലാതെ ഇവളെ ഫെയിം കണ്ടിട്ടാണോ, അല്ല ഇവളെ ഫെയിം എന്തുണ്ട് ഇവൾക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ അപ്പോൾ പറയണേ, എൻ്റെ ഫ്രണ്ട്സുകളൊന്നും എനിക്ക് ഇങ്ങനെയല്ല, നിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എന്താ അടിമകളാണ് നിൻ്റെ, നീ പൈസ കൊടുത്ത് PR വാങ്ങിയ പോലെ തന്നെ പൈസ കൊടുത്ത് വാങ്ങിയതാണെന്ന് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ചോദിക്കുന്നുണ്ട്. അതേ മനസ്സിലാക്കിയ നാട്ടുകാരുടെ മുന്നിൽ മുഴുവൻ എൻ്റെ സ്വഭാവത്തിൽ ഞങ്ങൾ പിച്ച് ചീന്തും എന്ന് പറയുന്നുണ്ട്. അതിലൊരു ഭീഷണിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അനീഷ് അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പ്രോബ്ലം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ കരഞ്ഞുകൊണ്ട് പറയുന്നത്, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് ഇവർ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരാണ്